ഇന്ന് നമ്മൾ ചൂടുകാലത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡ്രിങ്കാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇതിൻ്റെ പേര് കുടംകലക്കി സർബത്ത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 24 ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 അനാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 ഗ്ലാസ്സിലേക്കുള്ള അളവിലാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. അനാറ എങ്ങനെയാണ് എളുപ്പത്തിൽ മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ കുറേ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ ഇതിൻ്റെ മേൽഭാഗം ഒന്നങ്ങ് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒരു 3-4 വര സൈഡിലൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു നടുഭാഗം കൂടി അങ്ങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കത്തി കൊണ്ട് വരയിടുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കണം. അടിഭാഗത്തേക്ക് മുറിച്ചെടുക്കാത്ത രീതിയിൽ കുറച്ചിങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ഒരു തവി അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെയാവുന്ന സമയത്ത് എളുപ്പത്തിൽ ഇതുപോലെ എല്ലാം വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് പറിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം വെള്ളം ഒഴിക്കാതെ ഫ്രഷ് ജ്യൂസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരുപാടായി പോകരുത്. നല്ല കട്ടിയിലുള്ള ആ ഒരു ജ്യൂസ് തന്നെ എടുക്കുക. ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കുരു അരഞ്ഞങ്ങ് പോകും. ഒന്നങ്ങ് കറക്കിയിട്ട് അരിച്ചെടുക്കാം. ഇത്രയും ഫ്രഷ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇതെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് അല്ലെങ്കിൽ കുടുക്ക ഉണ്ടെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് അതിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ നന്നാരി സർബത്താണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെയോ കപ്പിൻ്റെയോ വലുപ്പം അനുസരിച്ചിട്ട് മധുരത്തിന് പാകമായിട്ടുള്ള നറുന്നിൻ്റെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചൊരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക, പുളിക്ക് പാകത്തിനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, നല്ല തണുപ്പോട് കൂടെ കുടിക്കുമ്പോഴാണല്ലോ എന്തായാലും നല്ല ടേസ്റ്റ്. അപ്പോൾ തണുപ്പിന് പാകത്തിനുള്ള ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസ് പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ്സിലേക്കും പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള സോഡ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സോഡ കുടിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ സോഡ വല്ലപ്പോഴും കുടിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. സംഭവം സൂപ്പറാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുടിച്ചാൽ മാത്രം മതി. ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 24-ൽ ഇന്നലെ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു അനാർ ജ്യൂസിന് പകരം ഗ്രേപ്പ് മുന്തിരി ജ്യൂസ് വെച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ മുന്തിരി ആണെങ്കിലും അത് വെച്ചിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.